ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുത്തു കേട്ടോ. രാവിലെ 5 മണിക്ക് എണീച്ചു കേട്ടോ. മോൾക്ക് ട്യൂഷന് പോകണം. അവൾക്ക് 6:45 കേട്ടോ ബസ്. അപ്പോൾ അതിന് മുമ്പ് അവൾക്ക് ഉച്ചയ്ക്കുള്ളതും കൊണ്ടുപോകാനുള്ളതും അതുപോലെ രാവിലെ കഴിക്കാനുള്ളതും എല്ലാം റെഡിയാക്കണം കേട്ടോ. 6:45 എല്ലാം റെഡി ആയിരിക്കണം. അപ്പോൾ നമ്മൾ 5 മണിക്ക് എണീച്ചു. 5 മണിക്ക് എണീച്ച് ചോറ് വെച്ചു കേട്ടോ. ചോറ് വെച്ചു. പിന്നെ ഇന്ന് നമ്മൾ രാവിലേക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് അവൾ കടലക്കറി മതി എന്ന് ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല കുറച്ച് എടുത്തിട്ട് അവൾക്ക് ഉപ്പേരിയും വെച്ചു. പിന്നെ കുറച്ച് ദോശയ്ക്ക് കടലക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ദോശയ്ക്ക് ചട്നിയും ചമ്മന്തിയൊക്കെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. മോൾക്ക് പക്ഷേ ഇതുപോലെ കറികളാണ് കേട്ടോ ഇഷ്ടം. കടലക്കറി, അതുപോലെ ചെറുപയർ കറി, സാമ്പാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ചട്നി വല്ലപ്പോഴും തന്നെ കഴിക്കുള്ളൂ കേട്ടോ. എപ്പോഴെങ്കിലും ഒരിക്കൽ ചട്നി വെച്ചാൽ അപ്പം എന്തിനാ ചട്നി വെച്ചേ ചോദിക്കും കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ കറികളൊക്കെയാണ് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. മോൾ ഒരു 6 മണിക്ക് കഴിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അപ്പോഴേക്കും ഒക്കെ റെഡി ആവണ്ടേ. പിന്നെ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും ദോശയും അതുപോലെ തന്നെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ചോറും നാരങ്ങ ചോറാണ് കേട്ടോ മോൾക്കൊന്ന് കൊടുത്തയക്കണം. നാരങ്ങ ചോറും അതുപോലെ തന്നെ കടലപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മോള് മേലൊക്കെ കഴുകി വന്നു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ കുറച്ച് ഇപ്പോൾ പഠിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ ഒക്കെ എണീക്കുന്നുണ്ട്. SSLC എക്സാം ആവാനായല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഇപ്പോഴാണെങ്കിൽ രാവിലെ നേരത്തെ എണീക്കുന്നുണ്ട്. ഒരു 4 മണിക്കൊക്കെ എണീച്ച് പഠിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 10-10:30 വരെയൊക്കെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എക്സാം എടുക്കാനായില്ലേ, ഇനി കുറച്ചും കൂടി എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലേ നമ്മൾ എന്താ പറയുക ഫുൾ A+ഉം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ A+ ആണ് എയിമായിട്ട് വെച്ചിരിക്കുന്നത്. എന്നാലും മാക്സിമം പഠിക്കട്ടെ. നോക്കാമല്ലോ എങ്ങനെ മാർക്ക് വരുന്നുള്ളത് നോക്കാം. നല്ല പഠിക്കും കേട്ടോ. മോള് പഠിക്കാനൊക്കെ മിടുക്കിയാണ്. എന്നാലും നമ്മളൊന്ന് എന്താ പറയുക പറഞ്ഞു കൊടുക്കണം കേട്ടോ. പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ പഠിക്കാനായിട്ട്. ഇടയിൽ കുറച്ചൊരു ഉഴപ്പലാണ്. എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാ അപ്പം നമ്മൾ രാവിലെ മോൾക്ക് കൊടുത്തയക്കാനുള്ള ടിഫിൻ ബോക്സൊക്കെ റെഡിയായി. നാരങ്ങച്ചോറും അതുപോലെ തന്നെ കടലപ്പേരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ മോള് ദോശയും കടലക്കറിയൊക്കെ കഴിഞ്ഞു. അതാ റെഡി ആവണം കേട്ടോ. യൂണിഫോമൊക്കെ മാറ്റി ഇനി അവളുടെ ചെറിയൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതുനേരത്താണ് ട്യൂഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ബസ്സിൽ അവിടെ പോയി ഇറങ്ങും കേട്ടോ. ആദ്യമൊക്കെ നടന്നാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും അപ്പോൾ ഫസ്റ്റൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ പോണ വഴിയിലൊക്കെ ഫുള്ളും നായ്ക്കളും തെരുവ് നായ്ക്കളൊക്കെ നിറയുണ്ട്. അപ്പോൾ അവൾക്കാണ് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ കൊണ്ടാക്കിയിട്ട് അവളുടെ കൂടെ നടന്ന് ഞാൻ പോവും. എന്നിട്ട് അവിടെ ആക്കിയിട്ട് തിരിച്ച് നടന്നു വരും കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം പോയി. പിന്നെയാണ് എന്നാൽ ശരി ഇനിയിപ്പം ബസ്സിൽ ഇവിടെ നിന്ന് ഞാൻ ബസ് നിർത്തി തരാം. അപ്പോൾ അവൾക്കൊരു സംശയം ബസ് വരെ നിർത്തുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഇതായിട്ട് നടന്നേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ നിൽക്കാം ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 6:45 ബസ്സിലാണ് കേട്ടോ പോകുന്നത്. എപ്പോഴും ഒരേ ബസ്സിലായതുകൊണ്ട് പിന്നെ അവരെപ്പോഴും ഇപ്പോൾ നിർത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോളും അവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കും. ഇതാ അപ്പം മോളൊക്കെ റെഡിയായി കഴിഞ്ഞു. കണ്ണമ്മ ചേച്ചി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഇതാ മോള് റെഡിയായതാ. ഞങ്ങൾ രണ്ടുപേരും ഇതാ ഉമ്മർത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ് ഇവിടെ വരും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കയറിയ ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ അവിടെ പോയി ഇറങ്ങാനായിട്ട്. അവിടെ നിന്ന് പിന്നെ അടുത്ത് തന്നെയാണ് കേട്ടോ. ബസ് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ ട്യൂഷൻ സെൻറ്റർ. പിന്നെ അവിടെ നിന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ബസ് കയറി നേരെ സ്കൂളിലേക്ക് പോകും കേട്ടോ. അവിടെ നിന്ന് നേരെ ചുറ്റൂര് ബസ്സിൽ പിന്നെ സ്കൂളിൻ്റെ അവിടെ പോയി ഇറങ്ങും. അങ്ങനെയാണ്. അപ്പോൾ അതാ ബസ് വരാനായിട്ടോ. അപ്പോൾ നമ്മളതാ അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് വന്നു.
ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ മോള് ബസ് കയറി ഇപ്പോൾ പോവും. പിന്നെ ഇനി മോള് പോയ ശേഷം വേണം ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, ഒരു അരമണിക്കൂർ. പിന്നെ ഇവിടുത്തെ പണികൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ചോറ് വെച്ച് കഴിഞ്ഞു, കടലക്കറിയും വെച്ചു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. പിന്നെ ഉച്ചയ്ക്കുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെക്കുള്ളൂ കേട്ടോ. അങ്ങനെ മോള് സ്കൂളിൽ പോയി. ഇനി അടുത്തതായിട്ട് എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ. കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു, വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ പോയി ഷോപ്പൊക്കെ തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും കുറച്ച് പണികളും വൃത്തിയാക്കാനും അടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു, പാത്രം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് അലക്കാനിട്ടാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ തുണികളൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊടി ഭയങ്കര എന്താ പറയുക, പുല്ലുകളില്ലേ, പുല്ലൊക്കെ നിറയെ മുളച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വലിക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി അത് ചെയ്യണം പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട ശേഷം അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും നമ്മൾ തൊടി വൃത്തിയാക്കാൻ ആളെ വിടും, പക്ഷെ ഇപ്രാവശ്യം അധികം വന്നിട്ടില്ല കേട്ടോ. തൊടി ഒരുപാട് പുല്ലും മുളച്ചിട്ടുമില്ല. ഇതെവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതവിടെ ഒരു ഭാഗത്താണ് കേട്ടോ അത്ര കുറച്ച് പുല്ലുകൾ മുളച്ചിരിക്കണേ. ഇതിനു വേണ്ടി ഇപ്പം ഇനി ആളിനെ വിടണ്ട പറഞ്ഞിട്ട് ആകെ 1 മണിക്കൂർ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഇനിയിപ്പോൾ അവരെ വിളിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിലൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ തുമ്പയുണ്ട് കേട്ടോ കടിക്കണത്. അപ്പോൾ കയ്യിലായ ചൊറിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ ഗ്ലൗസ് നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഇടുന്ന ഗ്ലൗസാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് വന്ന് ഇട്ടിട്ട് പുല്ലൊക്കെ നന്നായിട്ട് വലിക്കും. പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ. വലിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വരുന്നുണ്ട്. ഒരു ഈർപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ഒരു നനവൊക്കെ ഉള്ളതുകൊണ്ട് വലിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ കുറേ വലിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ മറ്റേ എന്താ പറയുക, കൈക്കോട്ട് എടുത്തു കേട്ടോ. കൈക്കോട്ട് എടുത്തിട്ട് പിന്നെ കുറേ ഇതാക്കിയിട്ടാ, കുറേ കൈ കൊണ്ട് വലിച്ചു. മാക്സിമം വരുന്നതൊക്കെ കൈ കൊണ്ട് വലിച്ചു. ബാക്കിയുള്ളതൊക്കെ കൈക്കോട്ടുകൊണ്ട് ചെത്തി എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പണിയായിട്ടോ. പക്ഷെ കൈ കൊണ്ട് പെട്ടെന്ന് വലിച്ചപ്പോൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൈ കൊണ്ട് വലിച്ചു. പിന്നെയാണ് ഞാൻ കൈക്കോട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ മാക്സിമം കൈ കൊണ്ടൊക്കെ വലിച്ചു. അപ്പം ഇനി എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പണിയൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ചപ്പ് കത്തിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ വലിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ അടിച്ചു വാരി കൂട്ടാനുണ്ട് കേട്ടോ. അതവിടെ കുറേ ഇവിടെ മാവുണ്ട് കേട്ടോ. മാവിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് കൂട്ടി ഒന്ന് കത്തിക്കണം. അപ്പോൾ ഏകദേശം 3/4 ഭാഗമൊക്കെ ക്ലീൻ ആയിട്ടോ. ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എനിക്കിത് ചെയ്യുമ്പോഴേക്കും ആകെ വയ്യാണ്ടായിട്ടാ രാവിലെ തന്നെ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരു ഭാഗം കണ്ടില്ലേ, ഒരു ഭാഗം കുറച്ച് ബാക്കി വെച്ചു കേട്ടോ. ബാക്കി 3/4 ഭാഗം ഞാൻ ചെയ്തു കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാം ഇവിടെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ട്, ഇവിടെയൊക്കെ നിറയെ പുല്ലുണ്ടായിരുന്നതായിരുന്നു. ഇതൊക്കെ ക്ലീൻ ആക്കി. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്, അത് ഇനി ഒരു ദിവസം ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ബാക്ക് തൊടി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും കുളി കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എണ്ണ തേച്ച് കുളിക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെയാണ് കേട്ടോ എണ്ണ തേച്ച് കുളിക്കുക. ഡെയിലി തല നനയ്ക്കില്ല കേട്ടോ. 2 നേരം മേല് കഴുകും, പക്ഷെ തല നനയ്ക്കുന്നത് ആഴ്ചയിലൊരു 3 ദിവസം മാത്രം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് എണ്ണ തേച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കാച്ചിയ എണ്ണയാണ് കേട്ടോ. അപ്പോൾ കാച്ചിയ എണ്ണയാണ്. അപ്പോൾ ഇപ്പോൾ 1 മാസമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് മുടിയൊക്കെ ഒത്തിരി കൊഴിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ, മോൾക്കും എനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ കാച്ചി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നന്നായി മസാജ് ചെയ്തു. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം കുളിക്കണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ഉണ്ടാക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ അത് കഴിക്കുമ്പോൾ തണുത്തിട്ട് നന്നായിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു 2 ദോശയല്ല കേട്ടോ, 3 ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശയും നമുക്ക് കടലക്കറിയാണ് കേട്ടോ. ചട്നി ഏട്ടനൊക്കെ വരുമ്പോൾ മാത്രമേ ചട്നി വെക്കുള്ളൂ കേട്ടോ. മോൾക്കാണെങ്കിൽ ഇഷ്ടമല്ല, ചട്നി ഇഷ്ടമല്ല. അവൾക്ക് ഈ കറികളൊക്കെയാണ് ഇഷ്ടം. കറികളാണ് കൂടുതൽ ഇഷ്ടം. സാമ്പാർ, കടലക്കറി, ചെറുപയർ കറി, അതുപോലെ ഗ്രീൻ പീസ് കറി, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ചാൽ പിന്നെ ഉച്ചത്തേക്കും ആയല്ലോ പറഞ്ഞിട്ട് എനിക്ക് എളുപ്പമായിട്ടല്ലോ. പണി എനിക്ക് എളുപ്പമായി. രാവിലേക്ക് വെച്ച പിന്നെ ഉച്ചയ്ക്കും ആയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ ചെറുതായിട്ടൊരു മേക്കപ്പ് ഒന്നുമല്ല, കുളി കഴിഞ്ഞ് എപ്പോഴും ചെയ്യാറുള്ളതാണ് കേട്ടോ. ഫെയർ ലവ്ലിയും പൗഡറും ഇടും കേട്ടോ.
അങ്ങനെ ഇനി നമുക്ക് ഷോപ്പിലേക്ക് പോകണം കേട്ടോ. ഷോപ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടോ. ഇടയിൽ ഞാൻ പോയിട്ട് എല്ലാവരും ഒന്ന് തുറന്ന് വെച്ചു. പക്ഷെ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ കുറച്ച് അടിക്കാനും തുടയ്ക്കാനും ഉണ്ട്. പക്ഷെ ഇന്ന് കുളി കഴിഞ്ഞതുകൊണ്ട് തുടയ്ക്കലൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് അടിച്ച് വിട്ടു, അത്ര മാത്രം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ നേരത്തെ വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാറ്. അപ്പോൾ ഇന്ന് തൊടി വൃത്തിയാക്കലും പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നടന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഫ്രണ്ടിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഭാഗത്ത് ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാസ്റ്റിക് ചട്ടികളും കാര്യങ്ങളും എല്ലാം ഒന്ന് പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മൺപാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ്. അപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആവശ്യം എന്തെങ്കിലും ഭരണികളോ മൺപാത്രങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി എന്ന്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, കമൻറ്റ് ഇട്ടാൽ മതി, ഡെലിവറി ഒക്കെ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഷോപ്പിൽ സാധനങ്ങൾ ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. നമ്മളിപ്പോൾ കടലക്കറി മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും ഉപ്പേരി വെക്കണം. അപ്പോൾ നമ്മളിതാ കിച്ചണിലെത്തി കേട്ടോ. അപ്പോൾ കിച്ചണിലെത്തി. അപ്പോൾ കണ്ണമ്മച്ചിച്ച് കടയിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ ആരെങ്കിലും വന്ന് എന്നെ വിളിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പേരിയല്ല വെക്കാൻ പോകുന്നത്, വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം സ്കൂളിലേക്ക് വഴുതനങ്ങ വറുക്കണം പറയും കേട്ടോ. അപ്പോൾ അത് ആ വഴുതനങ്ങയൊക്കെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. റൗണ്ടായിട്ട് 2 എടുത്തുള്ളൂ കേട്ടോ. 2 വഴുതനങ്ങ എടുത്തുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ തന്നെ വറുക്കാം. നമ്മളത് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുളകും ഇതൊക്കെ തേച്ച് കൈയോടെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വറുക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വഴുതനങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വഴുതനങ്ങ ചിലർക്ക് ഇഷ്ടമേ ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ. ചാറിലിട്ട വഴുതനങ്ങയൊന്നും ചിലർ കഴിക്കുകയില്ലല്ലോ. ഞാനൊന്നും കഴിക്കില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വറുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ചാറിലിട്ട് വഴുതനങ്ങ കഴിക്കുന്നതിനേക്കാളും ഉപ്പേരിയേക്കാളും ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതിൽ പ്രത്യേകിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അത് മാത്രം. പിന്നെ കോൺഫ്ലവർ കേട്ടോ, അതും പറയാൻ വിട്ടുപോയി. കുറച്ച് കോൺഫ്ലവറും കൂടി ഇടുക കേട്ടോ. അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇതാ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഒക്കെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതാ കുറച്ച് സവാളയും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ വറുത്ത് വെച്ച പോലെ ഉണ്ടല്ലേ കാണാൻ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കടലക്കറിയും വഴുതനങ്ങ ഫ്രൈയും ആണ്. അപ്പോൾ അത് സമയമായിട്ടോ. അപ്പോൾ സമയം 1:30 ഞാൻ കറക്റ്റ് 1:15-1:30 കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഫുഡ് കഴിച്ചതും കിടക്കില്ല കേട്ടോ. കുറച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഷോപ്പിലിരിക്കും. പിന്നെ അതിന് ശേഷം ഒരു അരമണിക്കൂർ കേട്ടോ. അരമണിക്കൂർ ചിലപ്പോൾ 15 മിനിറ്റ് അങ്ങനെ കുറച്ച് നേരം കിടക്കും കേട്ടോ. ഇത് നേരം കിടന്നാലേ എന്താ പറയുക ഒരു ഉഷാറായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ വൈകുന്നേരം മറ്റേ ചവിട്ടിയില്ലേ, അടുക്കളയിൽ ഇടുന്ന ചവിട്ടി സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർമ്മയില്ല കേട്ടോ. എത്ര നേരമൊക്കെ ഓർമ്മയില്ല. കുളി കഴിയണ വരെ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തൊടിയിൽ പോയപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞു. എന്നാലും അത് അലക്കിയിട്ടില്ലെങ്കിൽ ഒരുമാതിരി സ്മെല്ല് വരുമല്ലോ. നമ്മൾ സോപ്പ് വെള്ളത്തിൽ 2 ദിവസമൊക്കെ മുക്കി വെച്ച് എങ്ങനെ ഉണ്ടാവും, ഒരുമാതിരി സ്മെല്ല് ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് വെച്ചത് എന്തായാലും സ്മെല്ലടിക്കും പറഞ്ഞിട്ട് ഞാൻ ശരി കുഴപ്പമില്ല പറഞ്ഞിട്ട് കുളിച്ചതാണ്. എന്നാലും കൂടി കുഴപ്പമില്ല പറഞ്ഞിട്ട് അതൊന്ന് അലക്കിയിടാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അലക്കിയിടുന്ന പണിയാണ് കേട്ടോ. തല്ലി തിരുമ്പിയില്ല, എന്താ പറയുക മറ്റേ സ്ക്രബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉരച്ച് അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞു കേട്ടോ. തല്ലി തിരുമ്മാറില്ല കേട്ടോ ഞാൻ. അതൊക്കെ മേലെ തെറിക്കും. ഭയങ്കര വെയിറ്റുമാണ് കേട്ടോ. തൂക്കി തല്ലാനൊന്നും പറ്റില്ല. അങ്ങനെ ആ പണി കഴിഞ്ഞു കേട്ടോ. ഇനി വൈകുന്നേരത്തെ പണിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ കടയ്ക്ക് പോയിട്ട്, അപ്പോൾ കടയ്ക്ക് പോയപ്പോൾ മുട്ട വാങ്ങിച്ചു. മുട്ടയും പഴവും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് എന്താ പറയുക മുട്ട ബജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് മുട്ട വാങ്ങിച്ചപ്പോൾ പിന്നെ ഒന്ന് മുട്ട ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബജ്ജി മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ശരി പിന്നെ ഒന്ന് മുട്ട ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ട ബജി പെട്ടെന്ന് റെഡിയാവും കേട്ടോ. സിമ്പിളാണ്. നമുക്ക് മുട്ട വേവിക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പം അങ്ങനെ പഴവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പഴമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര വിശപ്പെട്ട വൈകുന്നേരമായപ്പോൾ അങ്ങനെ ഒരു പഴമൊക്കെ കഴിച്ചു. പിന്നെ അതാ ബജ്ജി മാവാണ് കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് അതിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയാൽ മാത്രം മതി കേട്ടോ. അതിൽ എരിവും ഉപ്പും എല്ലാം അതിലുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കലക്കിയാൽ മാത്രം മതി. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ബജ്ജി ആയതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളകൊക്കെ വെക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട അതാ വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു 2 വിസിൽ വെച്ചാൽ മതി കുക്കറിൽ, പെട്ടെന്ന് തന്നെ റെഡിയാവും. അങ്ങനെ ഇതാ മുട്ടയെല്ലാം 2 കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുരുമുളക് നമ്മൾ എണ്ണയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാത്തിലും കുറച്ച് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ ആകുമ്പോൾ കുരുമുളകല്ല, മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസൊക്കെ വരില്ല. എനിക്കൊക്കെ മുട്ട കഴിച്ചാൽ ഭയങ്കര ഗ്യാസാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് കഴിക്കാറ്. അപ്പോൾ അങ്ങനെ കുരുമുളകൊക്കെ എല്ലാത്തിനും തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പാല് വന്നപ്പോൾ ഞാൻ ചായക്കും പാല് വെച്ചിട്ടുണ്ട്, പിന്നെ മോൾക്ക് കുടിക്കാനും കാച്ചാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട ബജ്ജി ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇതാ മാവിൽ മുക്കുക, ജസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിൾ പണിയാണ് കേട്ടോ. അപ്പോൾ മോള് വരുമ്പോഴേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണിയാവും കേട്ടോ. പിന്നെ മോൾക്കാണെങ്കിൽ ചമ്മന്തി, ഇങ്ങനത്തെ ബജ്ജികൾക്കൊക്കെ ചമ്മന്തി കൂട്ടി മുക്കി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ, എനിക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ മോള് വന്നു കേട്ടോ. മോള് വന്ന് മുട്ട ബജ്ജി കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ മോള് ഇതാ ഒരു കണ്ണടയൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാവരും കൂടി വാങ്ങിച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഒരു എക്സ്കർഷന് പോവാണ് കേട്ടോ, ടൂറ് പോവാണ് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിന് എല്ലാവരും കൂടി ഒരേപോലെ ഇടാൻ വേണ്ടിയിട്ട് കണ്ണടയൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അടിപൊളി ആയിരിക്കുമല്ലോ പറഞ്ഞിട്ട് കണ്ണടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വേണമല്ലോ, 50 പിള്ളേരുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരും ഒരേപോലെ കണ്ണടയൊക്കെ വാങ്ങിച്ചപ്പോൾ അതെനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മോള്. അങ്ങനെ നമ്മുടെ ഇടയിൽ മുട്ട ബജ്ജിയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ചായയും വെച്ചു. പിന്നെ വന്നതും പിന്നെ ടൂർ പോണതിൻ്റെ വിശേഷങ്ങളായിട്ടോ. ഇനിയിപ്പോൾ പോയി വരുന്നവരെ അതിൻ്റെ വർത്തമാനം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ചയാണ് പോണത്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച വരെ ഈ ടൂറിൻ്റെ വിശേഷങ്ങളും വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.